നിങ്ങൾ വിജയിക്കുന്നത് നിങ്ങളുടെ എഫേർട്ട് കൊണ്ടാണോ അതോ ലക്ക് കൊണ്ടാണോ? ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ, നിങ്ങളുടെ ഹാബിറ്റ്സ്, അത് ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യുന്നു. ഹാബിറ്റ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഹാബിറ്റ്സ് നിങ്ങളുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യും. വിജയികളായ വ്യക്തികളുടെ 7 ഹാബിറ്റ്സ് നോക്കിയാലോ? 1. They start before they feel ready. ഒരു ആക്ഷൻ എടുത്തു കഴിയുമ്പോഴാണ് മോട്ടിവേഷൻ ഹോർമോണായ ഡോപ്പമിൻ ബ്രെയിനിൽ റിലീസ് ചെയ്യുന്നത്. ആ മോട്ടിവേഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നില്ല. 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു 5 മിനിറ്റ് എക്സസൈസ് ചെയ്യാം എന്ന് തീരുമാനിച്ച് ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ മോട്ടിവേഷൻ ഹോർമോണായ ഡോപ്പമിൻ ബ്രെയിനിൽ റിലീസ് ആവുകയും കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. 2. They control their mornings. രാവിലെയാണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും ആക്റ്റീവ് ആയിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് സെന്ററായ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഏറ്റവും ഫ്രഷ് ആയിരിക്കുന്ന സമയം. പ്ലാൻ ചെയ്യാനും ഫോക്കസ്ഡ് ആയിരിക്കാനും നന്നായി ചിന്തിക്കാനും ആ സമയത്ത് കഴിയും. സ്ക്രോൾ ചെയ്യുന്നതിന് പകരം മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. 3. They eliminate distractions. ഓരോ തവണ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴും ബ്രെയിനിൽ ഒരു ഡോപ്പമിൻ ഹിറ്റ് ലഭിക്കുന്നു. ഇത് കണ്ടിന്യൂ ആകുമ്പോൾ ബ്രെയിൻ ഈസി പ്ലഷറിന് അഡിക്റ്റ് ആകുന്നു. ഇതിനെ ഡോപ്പമിൻ ലൂപ്പ് എന്നാണ് വിളിക്കുന്നത്. സക്സസ്ഫുൾ പീപ്പിൾ ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാനായി ഡീപ് വർക്കിൽ ഫോക്കസ് ചെയ്യുന്നു, സ്ക്രീൻ ടൈം കുറയ്ക്കുന്നു. 4. They stay consistent. ഒരു ആക്ഷൻ റിപ്പീറ്റായി ചെയ്യുമ്പോൾ ബ്രെയിനിലെ ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആകും. കൺസിസ്റ്റൻസി ബ്രെയിനിനെ മാറ്റും. ഒരു വ്യക്തി ദിവസവും 10 മിനിറ്റ് നടക്കാൻ തുടങ്ങിയാണെന്ന് ചിന്തിക്കുക. കൺസിസ്റ്റന്റ് ആയി ചെയ്തു കഴിഞ്ഞാൽ ചില ആഴ്ചകൾ കഴിയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഹാബിറ്റായി മാറും. 5. They control their environment. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നു. ഇത് എൻവയോൺമെന്റൽ കണ്ടീഷനിങ് ആണ്. നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നു. നല്ല എൻവയോൺമെന്റ് ആണെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകും. ഡിസ്ട്രാക്റ്റഡ് എൻവയോൺമെന്റ് ആണെങ്കിൽ ബ്രെയിൻ അത് ഫോളോ ചെയ്യും. സക്സസ്ഫുൾ ആയ വ്യക്തികൾ അവരുടെ എൻവയോൺമെന്റിനെ ഡിസൈൻ ചെയ്യുന്നു. 6. They keep learning. ലേണിംഗ് എപ്പോഴും ബ്രെയിനിനെ ആക്റ്റീവ് ആയിരിക്കാനും ഫ്ലെക്സിബിൾ ആയിരിക്കാനും സഹായിക്കുന്നു. ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ഓരോ സമയവും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബ്രെയിനിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്നു. ബ്രെയിൻ ഗ്രോ ചെയ്യുന്നു. 7. They take responsibility. വിജയികളായ വ്യക്തികൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാറില്ല. എനിക്ക് എങ്ങനെ ബെറ്റർ ആയി മാറാൻ കഴിയും എന്ന് ചിന്തിക്കുന്നു. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പവർലെസ് ആയി മാറുന്നു. എന്നാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ടാകുന്നു. Your brain is always learning. The only question is, what are you teaching it every day? First, build your habits. That habits will build your life. Keep learning, keep growing. Have a great life.